പോലീസിൽ അങ്ങനെ സമഗ്രമായൊരു മാറ്റം ഉണ്ടാകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അക്കാര്യത്തിൽ എന്ത് ഫലം ഉണ്ടാകുമെന്നത് ഇന്ന് നമുക്ക് വരുന്ന മാസങ്ങളിലാണ് വ്യക്തമാകേണ്ടത്. ഇന്നിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി പങ്കെടുത്തത്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് പോലീസിംഗ് എന്നത്. സർക്കാർ മാറുമ്പോൾ പോലീസ് മാറിയില്ലെങ്കിൽ സർക്കാരിന് പേര് കിട്ടാനും പേരുദോഷം ഉണ്ടാകാനുമൊക്കെ പോലീസുകാർ വിചാരിച്ചാൽ ഏറ്റവും എളുപ്പമാണ്, പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നുമാണ്. ഒരാളെ കാണുമ്പോൾ പോലീസുകാർ എങ്ങനെ പെരുമാറണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് സർക്കാരിന്. വാടാ പോടാ വിളികളോടെ ജനത്തെ സ്വീകരിക്കുന്ന പോലീസുകാരോട് ആഭ്യന്തരമന്ത്രിക്ക് ചിലത് പറയാനുണ്ട്. എല്ലാ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. കാക്കി നിക്കർ മാറി കാക്കി പാൻസ് ആയെങ്കിലും ശൈലിയിൽ കാര്യമായ മാറ്റമില്ല എന്നാണ് വിമർശകരുടെ എല്ലാം പക്ഷം. പോലീസിനെ കുറിച്ച് മുഖം മിനുക്കാൻ പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും മിക്കതും വിജയിച്ചിട്ടുള്ള പോലീസിൽ CIമാർ SHO ആയി, SIമാർക്ക് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് റോളില്ലാതായി. സിവിൽ പോലീസ് ഓഫീസർമാരെന്ന് കേട്ടാൽ വെയിറ്റുള്ള പേരാണ് കോൺസ്റ്റബിൾമാർക്ക് ഇപ്പോൾ. അതും അടിമുടി പരിഷ്കരിക്കാനുള്ള ആലോചനയാണ് പുതിയ സർക്കാർ നടത്തുന്നത്. പോലീസ് ട്രെയിനിങ് സിലബസ് പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെ പോലീസിൽ അടിമുടി മാറ്റം കൊണ്ടുവരുമെന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ഇവിടെ SI നേരത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു ചുമതലക്കാരൻ, പിന്നീട് അത് മാറി CI ആയി മാറി. SIക്കുള്ള സ്റ്റേഷന്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി മുതൽ സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 5 അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരയാണ് ബ്ലേഡ് മാഫിയെ തുടച്ചു നീക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ രമേശ് ചെന്നിത്തല ആവിഷ്കരിച്ച പദ്ധതി. ഇപ്പോഴിതാ മറ്റൊരു പ്രധാന നീക്കം, ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. തൂഫാൻ എന്ന വാക്കിന്റെ അർത്ഥം കൊടുങ്കാറ്റെന്നതാണ്. വിദ്യാലയങ്ങളിൽ ലഹരിയുടെ വിത്ത് പാകിയ വിപത്തുകളെ തൂത്തെറിയാൻ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും കൊടുങ്കാറ്റായി മാറണം എന്നാണ് അർത്ഥം. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയാൻ പോലീസ് തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണമല്ല, നേരിട്ടുള്ള രക്ഷാപ്രവർത്തനം, അതിനുമപ്പുറത്ത് സൈബർ ഇടങ്ങളിൽ ആരെയും ആക്രമിക്കാം. എന്താണ് സ്ഥിതി? രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഒരു പോറിന് ഏൽക്കാറില്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ ആക്രമണം നേരിടുന്നവർ നീതി തേടി അലയേണ്ടി വരില്ല എന്നതാണ് ഇന്നത്തെ തീരുമാനം. അതിന് കാലോചിതമായ മാറ്റം ഇടപെടൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നു. പുതിയ പദ്ധതി വരികയാണ് സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ. സൈബർ ക്രൈംസുകൾ തടയാൻ ഉള്ള നടപടികൾ ചെയ്യുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന പ്രവർത്തനം, അപമാനിക്കുന്ന പ്രവർത്തനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിവൈഡ്, കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതി കണ്ടുവരുന്നുണ്ട്. ലൈംഗികമായ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഗൗരവമായി പോലീസ് കാണും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണ്. സൈബർ ക്രൈമുകൾ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണവും നടപടികളും ഉണ്ടാകും. അനന്തകൃഷ്ണൻ, അനന്തൻ, ഇപ്പോൾ മാതാവിനെ ആക്ഷേപിക്കാം, പിതാവിനെ ആക്ഷേപിക്കാം, അതിനപ്പുറത്തേക്കുള്ള തെറിവാക്കുകൾ പറയാം, മതം പറയാം, ജാതി പറയാം, നമ്മുടെ അസ്തിത്വത്തെ തന്നെ, രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ അസ്തിത്വത്തെ തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാം. അങ്ങനെ എന്തെല്ലാം സൈബർ അതിക്രമമാണ്. ഇതെന്താണ് ആർക്കും ഇടപെടാൻ കഴിയാതെ പോകുന്നത് എന്ന ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരു അഭിപ്രായം പറയാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സൈബർ ഇടങ്ങൾ മാറുന്നു. എങ്ങനെ ഇടപെടും എന്താണ്? അതിലും രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ലാതെ അത് ഉറപ്പാക്കാൻ കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ടോ?
രതീഷ്, ആഭ്യന്തര മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് രണ്ടാം ഊഴമാണ്. ഇന്ന് ആഭ്യന്തരമന്ത്രി പോലീസ് ആസ്ഥാനത്തെ SP-മാർ മുതൽ DGP വരെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗാണ് ചേർന്നത്, ആ യോഗമാണ് ചേർന്നത്. ആ യോഗത്തിൽ എന്താണ് രമേശ് ചെന്നിത്തലയുടെ UDF സർക്കാരിൻ്റെ പോലീസ് നയമെന്ന് അവതരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2-3 കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത ആ യോഗത്തിൽ വരുത്തിയത്. അതിലേറ്റവും പ്രധാനം, ഇപ്പോൾ രതീഷ് ചോദിച്ചത് തന്നെ, കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ വലിയ അലോസരമായി മാറുന്നത് സൈബർ ഇടത്തിലെ പരാതികളാണ്. അതിൽ പലപ്പോഴും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്കുമൊക്കെ എതിരെ വ്യാപകമായ സൈബർ അറ്റാക്കുകൾ, നിലപാടുകൾ പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറഞ്ഞാൽ ആ രീതിയിൽ കൂട്ടമായി ആക്രമിക്കുന്ന രീതിയിലുള്ള സൈബർ ഗുണ്ടായിസം ആ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് പരാതികൾ നൽകിയാൽ അതിൽ തൃപ്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിൽ ശക്തമായ ഇടപെടൽ രാഷ്ട്രീയം അത് എടുത്തു ചോദിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ വരുന്ന ആക്രമണങ്ങൾക്ക് പെട്ടെന്ന് നടപടി ഉണ്ടാകുന്നു. അതേസമയം സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ, സൈബർ ആക്രമണങ്ങളിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരം രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സമന്മാരാണ് എന്ന് കണക്കുകൂട്ടുന്ന ഒരു രീതിയായിരിക്കും ഇനി പോലീസിനുണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല, പോലീസിൽ സമൂല മാറ്റം വരുത്താനുള്ള നടപടികളാണ് ഇനി ആരംഭിക്കുക എന്നാണ് രമേശ് ചെന്നിത്തല വിശദീകരിച്ചത്. അത് പോലീസ് സ്റ്റേഷൻ മുതൽ, പോലീസ് സ്റ്റേഷൻ്റെ പൊളിച്ചെഴുത്ത് മുതൽ അത് ആരംഭിക്കുന്നു. അതിനൊപ്പമാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭരണക്രമം മാറ്റുക എന്നുള്ളത്. നേരത്തെ നമുക്കറിയാം SI-മാർക്കായിരുന്നു സ്റ്റേഷൻ്റെ ചുമതല. ഒരു പോലീസ് സ്റ്റേഷനുകളുടെ സർക്കിളിൻ്റെ ചുമതല CI, അങ്ങനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പദവി നേരത്തെ ലഭിച്ചത്. അതിന് മുകളിൽ സബ് ഡിവിഷൻ വരും, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. അപ്പോൾ നിലവിൽ അത് മാറ്റി നേരത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഉദ്യോഗസ്ഥരെയാണ്, അതായത് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ചുമതല നൽകിയിരിക്കുന്നത്. അതിന് SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന ഒരു സ്ഥാനപ്പേരും നൽകിയിരുന്നു. അപ്പോൾ അത് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ പരിഷ്കരണം നടത്തിയിട്ട് വലിയ ഗുണമുണ്ടായില്ല എന്നുള്ളത് പോലീസ് സേനയിൽ വ്യാപകമായ പരാതിയുണ്ട്. മാത്രമല്ല, ഇന്നത്തെ മീറ്റിംഗിൽ IPS ഉദ്യോഗസ്ഥരോട് രമേശ് ചെന്നിത്തല അത് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ മാറ്റിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ IPS ഉദ്യോഗസ്ഥരും അത് SI-മാരെ സ്റ്റേഷൻ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S. ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിച്ചത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ നടപടിക്രമം, അതായത് ഇപ്പോഴത്തെ SHO, ഇൻസ്പെക്ടർ ചുമതല വഹിക്കുന്ന SHO എന്ന തസ്തിക മാറ്റുന്നത് സംബന്ധിച്ച്, പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി മാറ്റുന്നത് സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേഷൻ ഇപ്പോൾ CI ഇല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണമാണ്, ഒരു സ്റ്റേഷൻ CI ഇല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിലെ CIക്കാണ് ആ സ്റ്റേഷൻ്റെ കൂടി ചുമതല വരിക. അതായത് ഒരു സ്റ്റേഷനിലെ SHO എന്ന് പറയുന്ന CIക്ക് തന്നെ മറ്റൊരു സ്റ്റേഷനിലെ ചുമതല കൂടി വരിക. പക്ഷേ SI-മാർക്ക് ഓരോ സ്റ്റേഷനെയും ചുമതല ഏൽപ്പിച്ചാൽ അവിടെ ഒരാൾക്ക് പകരം അതേ റാങ്കിൽ തൊട്ട് താഴെ, ഇപ്പോൾ സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ തൊട്ട് താഴെ മറ്റാളുകളുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ചുമതലയിൽ മറ്റൊരാൾക്ക് ആ ചുമതല ഏൽക്കാം. മാത്രമല്ല 2-3 സ്റ്റേഷൻ്റെ ചുമതല CI-മാരുടെ കയ്യിലേക്കും വരും. അങ്ങനെ സൗകര്യം കൂടി ഉണ്ടാകും. അതാണ് കുറെ കൂടി നല്ലത് എന്നൊരു ഫീലാണ് ആഭ്യന്തരമന്ത്രിക്ക് ഉള്ളത് എന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി, ഈ ഓപ്പറേഷൻ കുബേര ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ രമേശ് ചെന്നിത്തല എടുത്ത വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നല്ലോ. അത് സംസ്ഥാനത്തെ ബ്ലേഡ് മാഫിയെ തുടച്ചു നീക്കാൻ കാരണമായി. ഇപ്പോൾ സാധാരണക്കടയിൽ ഇപ്പോൾ വൻകിട ഫണ്ടർമാരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എല്ലാ വീടുകളിലും എത്തി എല്ലാ ദിവസവും പിരിവ് നടത്തുന്ന, 3 രൂപ, 5 രൂപ, 10 രൂപ പലിശയ്ക്ക് പണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓരോ മാസവും കൂടുതൽ പണം, ഇപ്പോൾ 1000 രൂപ വാങ്ങിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം, 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ 800 രൂപ മറ്റോ നൽകും, അത് 1200 രൂപയെ തിരികെ കൊടുക്കും. ഇതൊക്കെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞത് ഓപ്പറേഷൻ കുബേരയിലൂടെയാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ ലഹരി, സ്കൂളുകളുമായി ബന്ധപ്പെട്ട ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകും? ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെ മുന്നോട്ട് പോകും? രതീഷ്, രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയത് ഓപ്പറേഷൻ കുബേര വലിയ വിജയമായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് ഈ പലിശ ഇടപാടൊക്കെ ഓൺലൈനിലേക്ക് മാറി. ഓൺലൈൻ വായ്പ സംവിധാനങ്ങൾ, അതിൻ്റെ പേരിലുള്ള ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് അത് സൈബർ കേസുകളുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക്, അതുകൊണ്ടാണ് സൈബർ മേഖലയിൽ പോലീസിന് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ പോവുകയാണ്, പുതിയ അധ്യയന വർഷം തുറക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ആശങ്ക ഡ്രഗിൻ്റെ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗിൻ്റെ വ്യാപനമാണ്. അത് സ്കൂൾ കുട്ടികൾ, വളരെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ സിന്തറ്റിക് ഡ്രഗ് അവർ ഉപയോഗിക്കുന്നു, അവർക്ക് ഈസിലി അവൈലബിൾ ആകുന്നു. അപ്പോൾ അത് തടയാൻ എന്ത് നടപടി എന്നുള്ളതാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ ഹണ്ട്, നാർക്കോ ഹണ്ട് എന്ന പേരിലുള്ള പുതിയൊരു ഓപ്പറേഷൻ തുടക്കമിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഈ വിൽപ്പനക്കാരെ പിടിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഡി ഹണ്ട് നടക്കുന്നുണ്ട്. അത് മയക്കുമരുന്ന് വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതിനപ്പുറം
വിൽപ്പനക്കാർ, ഇത് ഉപയോഗിക്കുന്നവർ, ഇത് സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെയാണ്, അവിടെ പോയി നടപടി, അത്തരം വിപുലമായ ഒരു ഓപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചത് മറ്റു സ്റ്റേറ്റുകളിലെ പോലീസ് മേധാവിമാരുമായിട്ട് ആലോചിച്ച് അവരുമായി ഒരു കോർഡിനേഷൻ കൂടി, കാരണം കർണാടകയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ഈ MDMA പോലുള്ള ഡ്രഗ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെയും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കോർഡിനേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ വിപുലമായ ഒരു ഡ്രഗ് ഹണ്ടിനാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ വഴി ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഡ്രഗ് മാഫിയ സംഘങ്ങളുടെ വേരറക്കുക എന്നുള്ളതാണ് കൂടുതൽ ലക്ഷ്യം. അതിനൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് നൈറ്റ് പാർട്ടികൾ, അതുപോലെ തന്നെ ഈ DJ പാർട്ടികൾ, അതുപോലെ ഈ ജലാശയങ്ങളുടെ നടുവിൽ, അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ബാക്ക് വാട്ടേഴ്സിലൊക്കെ അത് ഉള്ള റിസോർട്ടുകളിലൊക്കെ, കെട്ടുവള്ളത്തിലൊക്കെ, കായലിൻ്റെ നടുവിലൊക്കെ പോയിട്ട് ഇത്തരം പാർട്ടികളുണ്ട്. അപ്പോൾ ആ പാർട്ടികളിലൊക്കെ ലഹരി പൂർണ്ണമായും മുക്തമായിരിക്കണം ആ പാർട്ടികൾ എന്നുള്ളതാണ് പോലീസിൻ്റെ നയം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത്തരം പാർട്ടികളിൽ പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടാകും എന്നുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മയക്കുമരുന്നിനെതിരെ എങ്ങനെയാണ് ഓപ്പറേഷൻ കുബേര സംസ്ഥാനത്ത് നടപ്പാക്കിയത്? അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പുതിയ ആശയം എന്ന് പറയുന്നത് മയക്കുമരുന്നിനെതിരെയുള്ളൊരു പോരാട്ടമാണ്. അതിനുവേണ്ടി വിപുലമായ ഒരു പദ്ധതി തയ്യാറാക്കാനാണ്. അപ്പോൾ ഇന്നതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ആരാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അതിന് ഇനിയിപ്പോൾ എക്സൈസിൻ്റെ കൂടി സഹായം വേണമോ, അവരുമായി സഹകരിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിനൊരു വിപുലമായ രൂപം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. രതീഷ്, ശരി, ഏതായാലും പുതിയ ദിശയിലേക്കുള്ള സഞ്ചാരമാണ്. പോലീസിംഗിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പുതിയ സർക്കാർ എന്നത് വ്യക്തമാക്കുന്നതാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണങ്ങൾ.